ഇമാം റാസി റഹിമഹുല്ല പറയുന്നത് പോലെ ഈ മൂന്ന് സംഭവത്തിലും ഒരു ചെറിയ നഷ്ടത്തിലൂടെ വലിയ നഷ്ടം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. കപ്പലിൻ്റെ പലക ഇളക്കി മാറ്റി, അതൊരു നഷ്ടമാണ്. പക്ഷേ അതൊന്നായി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ ഒരു രീതിയിലാണ് ഈ സംഭവങ്ങൾ മൂന്നും നടന്നിട്ടുള്ളത് എന്നാണ് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത്. മറ്റൊരു കാര്യം അടിസ്ഥാനപരമായിട്ടുള്ളത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീഅത്തിൻ്റെ നിയമമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുള്ളത്. ശരീഅത്തിൻ്റെ നിയമങ്ങൾ ബാഹ്യമായ അവസ്ഥ വെച്ചിട്ട് കാര്യങ്ങൾ വിധിക്കുക എന്നതാണ് ശരീഅത്തിൻ്റെ നിയമം. ഏത് കാര്യമാണെങ്കിലും നഹ്നു നഹ്കുമു ബിൽ-ളവാഹിർ വല്ലാഹു യതവല്ല സറായിർ, അങ്ങനെ സാധിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ രണ്ട് കക്ഷികൾ എൻ്റെ അടുക്കൽ ഒരു കേസുമായിട്ട് വന്നാൽ നിങ്ങൾ രണ്ടാളും സത്യം പറയണം, എന്നോട് കളവ് പറയരുത്. ഞാനൊരു മനുഷ്യനാണ്. നിങ്ങളുടെ രണ്ടാളുടെയും വർത്തമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിനെ എനിക്ക് എങ്ങനെയാണോ വിലയിരുത്താൻ കഴിയുക അതനുസരിച്ച് എനിക്ക് വിധിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നാക്ക് സാമർഥ്യമുള്ളവർ അന്യായക്കാരനായിരിക്കും, പക്ഷേ ആ അന്യായത്തെ ന്യായമായി സ്ഥാപിച്ച് ചിലപ്പോൾ അവൻ മറ്റുള്ളവൻ്റെ ഭൂമിയോ അല്ലെങ്കിൽ സമ്പത്തോ അപഹരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ന്യായമല്ലാത്ത കാര്യം ചെയ്ത് വാക്സാമർഥ്യം എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അന്യായമായി സമ്പത്ത് കൊണ്ടുപോകുന്നവൻ, അവന് പരലോകത്ത് ആ ഭൂമി അല്ലെങ്കിൽ ആ മുതൽ മാലയായി അണിയിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഇസ്ലാമികമായ ശരീഅത്തിൻ്റെ നിയമങ്ങൾ എന്താണോ ബാഹ്യമായുള്ള വിലയിരുത്തലിൽ നമുക്ക് മനസ്സിലാകുന്നത് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനേ അവിടെ കഴിയൂ. അതിൻ്റെ ഉള്ളുകള്ളികൾ എന്താണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. വല്ലാഹു യതവല്ല സറായിർ. അവിടെ കള്ളൻ ആരാണ്, അന്യായക്കാരൻ ആരാണ്, ന്യായമാരുടെ പക്ഷത്താണ്, ഇതൊക്കെ അള്ളാഹുവിനെ അറിയാവുള്ളൂ. കേസുകളിൽ വിധി പറയുമ്പോൾ അപ്പോൾ മനസ്സിലാക്കിയ അനുസരിച്ച് വിധി പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ വിഷയത്തിൽ കയറി ഇടപെട്ടത് എന്തുകൊണ്ടാണ്? ഈ കപ്പലിൻ്റെ പലക നിങ്ങൾ പറിച്ചു കളയരുത്, തെറ്റാണത്. അത് ബാഹ്യമായ നോട്ടത്തിലെ തെറ്റ് തന്നെയാണ്. ആര് നോക്കിയാലും തെറ്റ് തന്നെയാണ്. ഹദീസിൽ അതിൻ്റെ വിശദീകരണമുണ്ട്. നമ്മുടെ ഇന്ന് പൈസ പോലും വാങ്ങാതെയാണ് ഇവർ ഈ യാത്രയിൽ നമ്മളെ കൂടെ കൊണ്ടുവന്ന് അവരുടെ കപ്പലിൻ്റെ പലക ഇളക്കി കളഞ്ഞിട്ട് ആ സമൂഹത്തെ മുക്കിക്കൊല്ലാൻ പോവാണ്. എന്ത് പണിയെടുക്കുന്നതെന്ന് ചോദിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുള്ള ശരീഅത്തിൻ്റെ നിയമപ്രകാരം അതാണ് യുക്തി, അതാണ് ന്യായം, അതാണ് ശരി. അങ്ങനെ മാത്രമേ നിയമം പറയാൻ പറ്റൂ. എന്നാൽ ചില കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള രഹസ്യങ്ങളുണ്ടാവും. അത് അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ്. അള്ളാഹു തആല പ്രത്യേകമായി വഹിയിലൂടെ അറിയിച്ചു കൊടുത്ത പ്രവാചകന്മാർക്കും അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല ചില സന്ദർഭങ്ങളിൽ ചില വഹികൾ നൽകിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഉമൈർ ഇബ്നു വഹബിൻ്റെ സംഭവം നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വന്നതാണ്. എന്തിനാണ് ഒരു ആയുധം കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈർ ഇബ്നു വഹബിനോട് ചോദിച്ചത് അള്ളാഹു അറിയിച്ചു കൊടുത്തോണ്ടാണ്. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് അറിയാൻ കഴിയില്ല. അപ്പോൾ ബാഹ്യമായ കാര്യങ്ങളിൽ അതാണതിൻ്റെ നിയമം, അങ്ങനെ മാത്രമേ നമുക്കും ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഈ കുട്ടിയെ കൊന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയും. അതേ കാരണം നമുക്ക് ആരുടെയെങ്കിലും വിഷയത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കളയരുതെന്നാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി
ഖിദർ അലൈഹിസ്സലാമിന് നൽകിയ അറിവിൻ്റെ അത് ഖിദർ അലൈഹിസ്സലാം അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ ചെയ്തതല്ല, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഞാൻ ചെയ്ത ഒരു കാര്യമാണിത്. ഇപ്പം ഏതെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ കാര്യത്തിൽ നമുക്കിങ്ങനെ തോന്നലുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഖിദർ അന്ന് ചെയ്തിട്ടുള്ളതാണല്ലോ, നമുക്കും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്, ചെയ്ത് കളയരുത്. അതിൻ്റെ പേരിൽ വരുന്ന ഭവിഷ്യത്തൊന്നും പിന്നെ നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് ആമുഖമായി തന്നെ പറഞ്ഞിട്ട് വേണം നമ്മൾ അടുത്തത് പറയാൻ, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. അതാണ് വിഷയം. അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ. ഇനി ആ കുട്ടിയുടെ കാര്യം പറയാം. ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും മുഅ്മിനീങ്ങളായിരുന്നു. ഫഖശീന, എനിക്കൊരു പേടി, അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്ര, കുഫർ നിഷേധവും തുഗ്യാൻ അതിക്രമവും ചെയ്യാൻ ഉപ്പയെയും ഉമ്മയെയും ഈ കുട്ടി നിർബന്ധിക്കുമെന്ന്, അല്ലെങ്കിൽ ഈ കുട്ടി കാരണമായി ആ ഉപ്പയും ഉമ്മയും നേരായ വഴിയിൽ നിന്നും മാറിപ്പോകും എന്ന് ഭയന്നതിൻ്റെ പേരിലാണ് ആ കുട്ടിയെ കൊല ചെയ്തത്. ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റുഹ്മ. ഫഅറദ്നാ, നാം വിചാരിച്ചു, നാം ഉദ്ദേശിച്ചു, അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ, ആ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പകരം നൽകണമെന്ന്, ഖൈറൻ മിൻഹു, ഈ മരിച്ച കുട്ടിയേക്കാൾ നല്ലൊരു സന്താനത്തിന്, ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റുഹ്മ, നല്ല കരുണയുള്ള പരിശുദ്ധനായ കൂടുതൽ ഉത്തമനായ ഒരു മകനെ അല്ലാഹു തആല പകരം നൽകാൻ വേണ്ടിയിട്ട്, പകരം നൽകുമെന്ന എൻ്റെ പ്രതീക്ഷയിൽ ഞാൻ ഇത് ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത്, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പറയും. അല്ലാഹു തആല കൊടുത്ത വഹിയാണ്, പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് പറയാൻ ന്യായമില്ലല്ലോ. അതിനെ സംബന്ധിച്ചൊക്കെ പിന്നീട് അതിൻ്റെ അവസാനമുള്ള ചില വചനങ്ങളിൽ സൂചനകളുണ്ട്. ഇതിൻ്റെ വിശദീകരണം പറയുന്നതിന് മുമ്പ് മൂന്നാമത്തതിനെ വിശദീകരിച്ചിട്ട് രണ്ടാമത്തത് വിശദീകരിക്കലായിരിക്കും കാര്യം മനസ്സിലാക്കാൻ എളുപ്പമെന്ന് തോന്നുന്നതുകൊണ്ട് ആദ്യം നമ്മൾ മൂന്നാമത്തത് വിശദീകരിക്കാം, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിശദീകരിക്കാം. മൂന്നാമത്തെ എന്താണ്? അമ്മൽ ജിദാറു. നമ്മൾ ഒരു ഭിത്തിയൊക്കെ പണിതല്ലോ യാത്രയുടെ ഇടയിൽ, ആ തിരക്കിൻ്റെ ഇടയിൽ കാര്യമായ ഒരു മതിലൊക്കെ പണിതിട്ടുണ്ട് രണ്ടാളും. അമ്മൽ ജിദാറു ഫകാന ലി ഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി. ആ ഗ്രാമം, നേരത്തെ അതിന് ഗ്രാമം എന്നാണ് പറഞ്ഞത്, ഫിൽ ഖറിയ എന്നാണ് പറഞ്ഞത്, ഇവിടെ മദീന എന്ന് പറയുന്നു. രണ്ടും ഒന്ന് തന്നെ. ഗ്രാമം ഒന്നോ പട്ടണം എന്നൊക്കെ പറഞ്ഞാലും സാധനം ഒന്ന് തന്നെ. ആ മദീനയിൽ, ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ പട്ടണത്തിലുണ്ടായിരുന്ന രണ്ട് യതീമുകളുടേതായിരുന്നു ആ മതിൽ. വകാന അബൂഹുമാ സാലിഹ. ആ യതീമുകളുടെ പിതാവ് ഒരു സാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി, മക്കൾ യതീമായിപ്പോയി. അപ്പോൾ സാലിഹായ മനുഷ്യൻ്റെ രണ്ട് യതീം കുട്ടികളാണ്, യതീം കുട്ടികളുടേതാണ് ഈ ഭിത്തി. ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ റഹ്മതൻ മിൻ റബ്ബിക. അല്ലാഹു തീരുമാനിച്ചു അൻ യബ്ലുഗ അശുദ്ധഹുമാ, ആ രണ്ട് കുട്ടികളും പ്രായപൂർത്തിയാകണമെന്ന്. വയസ്തഖ്രിജ കൻസഹുമാ, അതിനുശേഷം അവരുടെ ആ സൂക്ഷിക്കപ്പെട്ട കൻസ്, ആ നിധി അവർ തന്നെ കണ്ടെത്തുകയും വേണം. റഹ്മതൻ മിൻ റബ്ബിക, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം എന്ന നിലയ്ക്കാണത്. വമാ ഫഅൽതുഹു അൻ അംരി, ഞാൻ എൻ്റെ തീരുമാനപ്രകാരമല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത്. ദാലിക തഅ്വീലു മാ ലം തസ്തി അലൈഹി സബ്ര, നിനക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന ഒരു കാര്യത്തിൻ്റെ വിശദീകരണമാണിത് എന്ന് മഹാനായ ഖിദർ അലൈഹിസ്സലാം പറഞ്ഞു നിർത്തി. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ സംഭവത്തിൽ ഒരു യതീമിൻ്റെ ഭൂമി അല്ലെങ്കിൽ ഒരു ഭിത്തി, അതിനെ ഇവർ രണ്ടാളും കൂടെ നേരെയാക്കുക, പണിത് റെഡിയാക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. വകാന അബൂഹുമാ സാലിഹ, നല്ല ഒരു പിതാവായിരുന്നു അവരുടെ രണ്ടുപേരുടെയും. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ഇത് ഈ കുട്ടികളുടെ നേർക്ക് നേരെയുള്ള പിതാവിനെ കുറിച്ചല്ല സാലിഹായ നല്ലൊരു മനുഷ്യനെന്ന് പറഞ്ഞത്. അവരുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ അതിൻ്റെ ഈ മേലെയുള്ള തലമുറയിലുള്ള ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചാണ് ഈ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ഒരു നല്ല മനുഷ്യൻ ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ അതിൻ്റെ പേരിലുള്ള ഗുണങ്ങൾ ആ സമൂഹത്തിൽ എത്ര തലമുറകളോളം നിലനിൽക്കുമെന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ശരിക്കും ഈ മനുഷ്യൻ മരണപ്പെട്ടിട്ട് അതിൻ്റെ 4-മത്തെയോ 5-മത്തെയോ തലമുറയിൽ ജനിച്ച 2 യതീം കുട്ടികളുടെ സമ്പത്തിനെ അള്ളാഹു എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്ന് നമ്മൾ നോക്കണം. അതിൻ്റെ കാരണം എന്താണ് അള്ളാഹു പറയുന്നത് എന്ന് നമ്മൾ നോക്കണം. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് 2-മത്തെ സംഭവം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കാര്യം വളരെ എളുപ്പമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സാലിഹായ ഒരു വ്യക്തിയുടെ 2 മക്കളാണവർ. ഇപ്പോൾ ഉപ്പ സാലിഹായാൽ അതിൻ്റെ പേരിൽ മക്കൾക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ചില സംരക്ഷണങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിവിടെ. സാലിഹായ ഒരു മനുഷ്യൻ്റെ തലമുറകൾ ശേഷമുള്ള മക്കൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മക്കൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കുകയാണ്. ഇപ്പം മാതാപിതാക്കൾ നല്ലവരായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പേരിൽ ആ മക്കൾക്ക് ചില പരിഗണനകൾ കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു എതിർവശമാണ് 2-മത്തെ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. 3-മത്തെ സംഭവത്തിൽ ഈ ഭിത്തി ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം പറയുന്നത് ആ 2 യതീം കുട്ടികളുടെ സമ്പത്ത് ആ ഭൂമിയുടെ അടിയിലുണ്ട്. അതിനെക്കുറിച്ച് ഈ കുട്ടികൾക്കൊന്നും അറിയില്ല. അതിൻ്റെ സംരക്ഷണം നടത്തുന്ന ആൾക്കാരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുമില്ല. അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രത്യേകം പറയുന്നുണ്ട്, അങ്ങനെ അതിൻ്റെ അടിയിൽ കൻസ് അല്ലെങ്കിൽ സമ്പത്ത് പഴയ കാലഘട്ടത്തിലുള്ള ഒരു രീതിയാണത്. മാതാപിതാക്കൾ അല്ലെങ്കിൽ തലമുറയിലുള്ള ആരെങ്കിലും വലിയ സ്വത്തുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു നല്ല ഭാഗം എവിടെയെങ്കിലും കുഴിച്ചിടുകയും അതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലുമൊക്കെ ചെറിയ അടയാളങ്ങളും സൂചനകളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പിൽക്കാലത്തൊരിക്കൽ തലമുറകൾ കഴിയുമ്പോൾ ഈ കുടുംബം ദരിദ്രമായി കഴിഞ്ഞാൽ ആ സമയത്ത് എന്നെങ്കിലും അവരുടെ പുരയിടങ്ങളിൽ നിന്നും ആ നിധി കിട്ടുകയൊക്കെ ചെയ്യുന്നൊരു രീതി പഴയ കാലം മുതലേ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഭിത്തിയുടെ അടിയിൽ ഇവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് കുഴിച്ചിട്ട വലിയ നിധി ശേഖരം ഉണ്ട്. ഈ മക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അള്ളാഹു ആ നിധിയെ സംരക്ഷിച്ചത് എങ്ങനെയാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഭിത്തിയുടെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ ആ ഭിത്തി ദുർബലമായി നിൽക്കുന്നത് കാണുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദരിദ്രരായ 2 മക്കളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെട്ടത്? ആ മക്കൾക്ക് നഷ്ടം വരാതിരിക്കാൻ അള്ളാഹു എത്രത്തോളം കരുതലോടുകൂടിയാണ് ആ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടത്? ഇവിടെ ഒരു കുട്ടിയെ കൊന്നു എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ ഒരു കൊലപാതകം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു മറുവശം നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. കാരണം ഇവിടെ ഒരു കുട്ടി കൊല ചെയ്യപ്പെടുകയാണ്, മറ്റൊരു ഭാഗത്ത് 2 കുട്ടികളുടെ പുരയിടം ഖിദർ അലൈഹിസ്സലാം സംരക്ഷിക്കുകയാണ്. 2ഇടത്തും കുട്ടികളാണുള്ളത്. 2ഇടത്തും ആ കുട്ടികളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചും പ്രത്യേകം പറയുന്നുണ്ട്. ഒരിടത്ത് ആ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. വേറെ 2-മത്തെ സംഭവത്തിൽ ആ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ മാതാപിതാക്കളുടെ പ്രത്യേകമായ പരിഗണനയിൽ എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിടത്ത് മകനെ സംരക്ഷിക്കുന്നതും വേറൊരിടത്ത് മകനെ ഇല്ലാതാക്കുന്നതുമാണ് നമ്മൾ കൃത്യമായി കാണുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു മകനോട് ചെയ്ത ക്രൂരത എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ വിധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മറുഭാഗം കാണണം എന്നാണ് ഞാൻ പറഞ്ഞത്. മറുഭാഗം അത് മനസ്സിലാക്കിയിട്ട് വരുമ്പോൾ ഇത് എളുപ്പമാണ്. എവിടെയോ കിടക്കുന്ന 2 കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ നല്ലവരായിരുന്നു, സാലിഹുകളായിരുന്നു. ആ കുട്ടികളെ കുറിച്ചൊന്നും പറയുന്നില്ല. കുട്ടികളെ ആ നിലയിൽ പറയാനും മാത്രമല്ല പ്രായത്തിലേക്ക് ആ കുട്ടികൾ എത്തിയിട്ടില്ല, ചെറിയ കുട്ടികളാണ്. പക്ഷെ അവരുടെ മാതാപിതാക്കൾ നല്ലവരായിരുന്നു. അവർക്കുള്ള നിധി ആ ഭിത്തിയുടെ ഉള്ളിലുണ്ട്.
എതിലെയോ വന്ന എവിടെന്നോ വരുന്ന 2 പേര് കൂടി. ആ നാട്ടിലവർ വിദേശികളാണ്. അവരവിടെ ആഹാരം ചോദിച്ചിട്ട് ആഹാരം പോലും ആ നാട്ടുകാർ കൊടുത്തില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദ്ർ അലൈഹി സ്വലാമിനോട് ഇവിടെ വിയോജിച്ചതിൻ്റെ കാരണം ആ ഭിത്തി പണിതു കൊടുത്തതല്ല. ശരിക്കും ആഹാരം ചോദിച്ചിട്ട് തരാത്തവരുടെ നാട്ടിൽ വന്നിട്ട് എന്തിനാണ് ഈ പണിയെടുത്ത് പൈസ വാങ്ങാതെ പോകുന്നതെന്നാണ് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിമർശനം തന്നെ. അപ്പോൾ വിദേശത്തുനിന്ന് വന്നവർക്ക് ഒരാഹാരം കൊടുക്കാനുള്ള മര്യാദ പോലും കാണിക്കാതിരുന്ന ആ നാട്ടുകാർ ആ നാട്ടിൽ 2 ആളും കൂടെ നിന്ന് ഭിത്തി പണിയാണ്. എന്തിനു വേണ്ടി? സാലിഹായ ഒരു മനുഷ്യൻ്റെ 2 മക്കളുടെ ധനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത ഏർപ്പാട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി 2 മക്കളെ അള്ളാഹു തആല സംരക്ഷിക്കുകയാണ്. അവരുടെ ജീവനല്ല സംരക്ഷിക്കുന്നത്, അവരുടെ സ്വത്താണ് സംരക്ഷിക്കുന്നത്. എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? വിദേശികളായ 2 പേരെ കൊണ്ട് ഭിത്തി പണിയിച്ച് അല്ലാഹു തആല ആ 2 മക്കളുടെ സ്വത്ത് സംരക്ഷിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സംരക്ഷിക്കും, കരുതലോടുകൂടി അല്ലാഹു തആല ഇടപെടും. മനുഷ്യൻ്റെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലാഹു തആല നൽകിയ അതേ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുഭാഗത്ത് ആ കുട്ടിയെ കൊല ചെയ്തത് എന്ന് നമ്മൾ അറിയുമ്പോൾ ഇതിനെ 2നെയും പൂരിപ്പിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ആദ്യത്തത് മാത്രം കേൾക്കുമ്പോൾ വസ്വാസ് എത്രയാണെങ്കിലും മാറില്ല. എന്നാലും ആ കുട്ടിയെ കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്നാലും അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. നല്ലവരായ മാതാപിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹു കൊടുക്കുന്ന പരിഗണനയാണത്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല രാജാവായി ജീവിച്ച് ദരിദ്രനായി മരിച്ച മനുഷ്യനാണ്. മരണസമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ബാക്കിയാക്കിയിട്ടാണോ പോയത്? മക്കൾ സാലിഹീങ്ങളാണെങ്കിൽ അള്ളാഹു അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. സാലിഹായി ജീവിച്ച ഒരാൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് മക്കളുടെ കാര്യത്തിലത്. ഉപ്പ സാലിഹായി ജീവിച്ചെങ്കിൽ ആ ഉപ്പയ്ക്ക് മക്കളുടെ കാര്യത്തിൽ ഇത് പ്രതീക്ഷിക്കാൻ കഴിയും. മക്കളും സാലിഹായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. അല്ലാഹു തആല സാലിഹീങ്ങളായ നല്ലവരായ മനുഷ്യരെ ഒരിക്കലും അപമാനിക്കില്ല. അള്ളാഹുവിൻ്റെ നിയമങ്ങളും അള്ളാഹിൻ്റെ കൽപ്പനകളും എല്ലാം പാലിച്ച്, അള്ളാഹുവിൻ്റെ വിലക്കുകളെ എല്ലാം പാലിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല ഈ ഭൂമിയിൽ ഗതികേടിലാക്കുകയില്ല. ജീവിക്കാൻ ഗതിയില്ലാത്ത ദാരിദ്ര്യത്തിലേക്ക് അല്ലാഹു തആല അവരെ ആക്കുകയില്ല. അള്ളാഹു അവരുടെ മുമ്പിൽ മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അങ്ങനെ ഉള്ളവരുടെ മുമ്പിൽ അല്ലാഹു തആല ഏതെങ്കിലുമൊക്കെ വഴികൾ തുറന്നു കൊടുക്കും. അന്തസ്സായി ലോകത്ത് ജീവിക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കും. അപ്പം മക്കൾക്ക് വേണ്ടി എന്തുണ്ട് ബാക്കിയാക്കിയത് എന്ന് ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരിയോട് ചോദിക്കുന്നത് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വേറൊരു ചരിത്രത്തിലും അങ്ങനത്തെ ഒന്നും നമുക്ക് വായിക്കാൻ കഴിയില്ല. ഒരു രാജാവാണ് മരിക്കുന്നത്. രാജാവെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടം വരെ, ആഫ്രിക്ക മുതൽ ഇന്ത്യ വരെ നീണ്ടു കിടക്കുന്ന വിശാലമായ ഒരു ഭൂമിയുടെ അധികാരി മരണപ്പെടുന്ന സമയത്ത് എന്തുണ്ട് മക്കൾക്ക് വേണ്ടി ബാക്കിയാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവർ സാലിഹീങ്ങളാണെങ്കിൽ അല്ലാഹു തആല വഴി തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കളെക്കുറിച്ച് വിചാരിക്കാൻ കഴിഞ്ഞത് ആ ഉപ്പ സാലിഹായതുകൊണ്ടാണ്, ഉപ്പയുടെ നല്ല ജീവിതം കണ്ടതുകൊണ്ടാണ്. ഒരിക്കൽ നമ്മളൊരു പക്ഷേ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മക്കൾ വാ തുറന്ന് സംസാരിക്കുന്നില്ല. എന്താണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? വാ അടച്ചു പിടിച്ച് പൊത്തിപ്പിടിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ മക്കൾ പറഞ്ഞു, ഇന്ന് കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളി തിന്നത്, അതിൻ്റെ നാറ്റം ഉണ്ടാകും, അത് നിങ്ങൾക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വാ തുറന്ന് സംസാരിക്കാത്തത് എന്ന് പറയുന്നത് ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരികളുടെ മക്കളാണ്. എന്നാലും ഹറാമ് തിന്നരുത് എന്ന് ആഗ്രഹിച്ച ആ നിലയിൽ തർബിയത്ത് കിട്ടിയ മക്കളാണ്. അപ്പോൾ അവരുടെ കാര്യത്തിൽ അള്ളാഹു ഇടപെടും. ഞാനിത് കുറച്ച് വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
നമ്മളൊക്കെ നമ്മളെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ നമ്മളുടെ ജീവിതം കൊണ്ട് മക്കൾക്ക് നൽകിയ നല്ല പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കാനാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹിക്ക് ഒരുപാട് മക്കളെ ഉപദേശിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല. കാരണം ആ ജീവിതം അത്രമേൽ ശുദ്ധമായിരുന്നു. ഭരണാധികാരിയായ ഉടനെ നമ്മൾ ഒരുപക്ഷെ അത്ഭുതത്തോടു കൂടിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹി കേൾക്കുക. ജീവിതത്തെ ഏറ്റവും വിശുദ്ധീകരിച്ച ഒരു മഹാന്റെ ചരിത്രം ഒരു ഏതെങ്കിലും പള്ളിയിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയ ഒരാളെയല്ല നമ്മൾ ഉദാഹരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസി മഠങ്ങളിൽ ഭജനമിരുന്ന ഒരാളെ ഉദാഹരിച്ചിട്ടല്ല. ജീവിതത്തിൽ മൂല്യമുണ്ടായിരുന്ന, ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഒരു നാട് ഭരിച്ച ഒരാളെക്കുറിച്ചാണ്, ഒരു രാജാവിനെ കുറിച്ചാണ്. ആ രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് ആ മനുഷ്യന്റെ ജീവിതം എത്ര അനുകരണീയമായിരുന്നു എന്ന്, ആ മനുഷ്യന്റെ ജീവിതം എത്ര നന്മ നിറഞ്ഞതായിരുന്നു എന്ന്, ആ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എത്രത്തോളം പാലിച്ചിരുന്നു എന്ന്, ആ മനുഷ്യൻ എത്രത്തോളം സാലിഹായിട്ടാണ് ജീവിച്ചത് എന്ന് പറയാൻ ഉദാഹരിക്കുന്നത് ഒരു മഹാരാജാവിനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, അത്തരം ചരിത്രങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് മാത്രം അവകാശപ്പെട്ടതാ ഒരുപക്ഷെ. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഖലീഫയായ ഉടനെ തന്നെ സ്വന്തം ഭാര്യയോട്, ഫാത്തിമയോട് പറയുന്നുണ്ട്, അബ്ദുൽ മലിക്കിൻ്റെ മക്കളും ആണ് ഇതുവരെ നാട് ഭരിച്ചത്. അബ്ദുൽ മലിക് എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ. അബ്ദുൽ മലിക്കിൻ്റെ 2 മക്കൾ ഭരിച്ചു, നിന്റെ 2 സഹോദരങ്ങൾ. അവർ രണ്ടുപേരും അവിഹിതമായി പലതും നിനക്ക് കൊണ്ടുവന്ന് ഇട്ട് തന്നിട്ടുണ്ട്. നിന്റെ കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കുന്ന സ്വർണം ബൈത്തുൽ മാലിൻ്റെതാ, അതുകൊണ്ട് അതെല്ലാം തിരിച്ചടക്കണം അങ്ങോട്ട് എന്ന് പറഞ്ഞ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഒരു ചരിത്രമുണ്ട്. എന്നിട്ട് രാജാവിൻ്റെ ഭാര്യ ഒരു സ്വർണത്തിൻ്റെ ഒരു തരി പോലും ഇല്ലാതെ രാജ്ഞിയായിട്ട് ജീവിച്ചു. നമ്മുടെയൊക്കെ ആധുനികൻ്റെ ഭാഷയിൽ രാജാവും രാജ്ഞിയുമാണ് അവരൊക്കെ. പക്ഷേ സ്വർണത്തിൻ്റെ ഒരു കഷ്ണം പോലും കയ്യിലില്ല, ധരിക്കാനില്ല. ആ നിലയിൽ ജീവിച്ചു. എല്ലാം ബൈത്തുൽ മാലിലേക്ക്. ഉപ്പയും സഹോദരങ്ങൾ 2 പേരും ഭരിച്ച കാലഘട്ടത്തിൽ സഹോദരിക്കും മകൾക്കും കൊടുത്ത മുതൽ മുഴുവൻ തിരിച്ചു കെട്ടി. അവിടെ നിന്നാണ് സംസ്കരണവും പരിഷ്കരണവും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ആരംഭിക്കുന്നത്. വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ തുടക്കം ഉജ്ജ്വലമായൊരു തുടക്കമായിരുന്നു. 2.5 കൊല്ലം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ, പ്രവിശാലമായൊരു രാജ്യത്തിൻ്റെ ചരിത്രം ഒന്നടങ്കം മാറി, അത്ഭുതകരമായിട്ട് മാറി. സമാനമായ ഒരു മാറ്റം ഒരുപക്ഷെ ലോകത്തെവിടെയും കാണില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹുവിന് ശേഷം ഖലീഫയാളാണ്. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന് ശേഷം ഖലീഫയാളാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹും സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കും തമ്മിലുള്ള വ്യത്യാസം ചെറിയ വ്യത്യാസമല്ല. പക്ഷേ 2 കൊല്ലം കൊണ്ട് ആ രാജ്യത്തെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലെ ഭരണത്തിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹിക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞത്, നമ്മൾ എന്താണ് ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങളായി നമ്മുടെ നല്ല ജീവിതം കൊണ്ട് മക്കൾക്ക് നൽകിയിട്ടുള്ളത്? ഉപദേശിക്കാൻ നമുക്കൊന്നും വലിയ കുറവൊന്നും കാണുമല്ലോ. പലതും ഉപദേശിക്കാനൊക്കെ എടുക്കണമാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് ജീവിച്ചത്. ഒരു ഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത് അലക്കി ഇട്ടിട്ടാണ് ഞാൻ 2ാമത്തെ ദിവസം സ്കൂളിൽ പോയിരുന്നത് എന്നൊക്കെ പറയാൻ നമ്മളല്ല മിടുക്കരാ. പക്ഷേ അത് പറയുന്ന സമയത്ത് നമ്മളാരാ? പണ്ടൊരു വിദ്യാർത്ഥി കുട്ടി ഉപ്പാട് ചോദിച്ചല്ലോ, മോനെ നിന്റെ കാലത്ത് എബ്രഹാം ലിങ്കൻ ആരായിരുന്നെന്നറിയോ? എൻ്റെ പ്രായത്തിൽ എബ്രഹാം ലിങ്കൻ ആരായിരുന്നു എനിക്കറിയില്ല. പക്ഷെ ഉപ്പാടെ പ്രായത്തിൽ എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയുണ്ട്. ഉപ്പാടെ പ്രായത്തിലെ എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് എനിക്കറിയാം. എൻ്റെ പ്രായത്തിൽ എബ്രഹാം ലിങ്കൻ എന്തായിരുന്നു എനിക്കറിയില്ല. കിട്ടിയില്ലേ? വയറ് നിറച്ച് കിട്ടി. അതാണ് അവസ്ഥ. ഉപദേശിച്ചാൽ പോരാ, ഞാൻ എബ്രഹാം ലിങ്കൻ ആയിട്ട് വേണം മോനെ നിന്റെ പ്രായത്തിൽ എബ്രഹാം ലിങ്കൻ ഭയങ്കര പണ്ഡിതനായിരുന്നു എന്ന് പറയാൻ. അവിടെയാണ് വ്യത്യാസം. നമ്മൾ ഉപദേശിക്കുന്ന മാത്രം നാക്ക് മാത്രമേ ഉള്ളൂ കയ്യിൽ. നമ്മുടെ ജീവിതം വേറെ ഏതോ കോലത്തിലാണ്. ഞാൻ അന്ന കാലത്ത് സ്കൂളിൽ പോയത് അങ്ങനെയാണ്, നടന്നിട്ടാണ്, 3 കിലോമീറ്റർ നടന്നിട്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം 3 മിനിറ്റ് നടക്കാൻ ഉള്ള ദൂരത്തിലേക്ക് സ്കൂട്ടർ എടുത്ത് പോയാലേ നമുക്ക് ആവുള്ളൂ. ഇങ്ങനെ നമ്മുടെ ജീവിതം ഒന്നായി മാറിയിട്ട് നമ്മുടെ ഏതോ പഴങ്കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ജീവിതം എന്താണ് എന്ന് നോക്കിയിട്ടാണ് മക്കൾ പഠിക്കുന്നത്. അങ്ങനെ
ജീവിതത്തിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതം കൊണ്ട് എത്രത്തോളം നമ്മളുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നോ അവിടെയാണ് മക്കളുടെ സലാഹിയത്ത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മാതാപിതാക്കളുടെ മക്കളെ സംരക്ഷിച്ചു. ഒന്ന്. രണ്ടാമത്തേത്, നല്ല മാതാപിതാക്കളുടെ നല്ല രീതിയിൽ ജീവിച്ചു മരിച്ചുപോയ മാതാപിതാക്കളുടെ മക്കളെ അല്ലാഹു സംരക്ഷിച്ചു. രണ്ടാമത്തേത്, നല്ല നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ ആ നല്ല ജീവിതത്തിന് മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മകനെ അല്ലാഹു തആല ഇല്ലാതെയാക്കി. ഈ ബന്ധങ്ങൾ പരസ്പരം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ വിഷയം മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിക്കുകയാണ്. അമ്മൽ ജിദാറു, ഭിത്തി അല്ലെങ്കിൽ മതിൽ, ഈ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഫകാന ലി ഗുലാമൈനി യതീമൈനി ഫിൽ മദീന, മദീനയിലെ 2 യതീമുകളുടേതായിരുന്നു. വകാന തഹ്തഹു കൻസുൻ ലഹുമാ, അവരുടെ 2 പേരുടെയും ജീവിത വൃത്തിക്ക് വേണ്ടി ആരോ മുമ്പുള്ളവർ നിക്ഷേപിച്ച ഒരു നിധി അതിൻ്റെ ആ ഭിത്തിയുടെ അടിയിലുണ്ട്. വകാന അബൂഹുമാ സാലിഹ, അവരുടെ 2 പേരുടെയും ഉപ്പ സാലിഹായ മനുഷ്യനായിരുന്നു. ആ സാലിഹായ മനുഷ്യനായതുകൊണ്ട് അല്ലാഹു തആല ഈ മക്കളെ കൈവിട്ടിട്ടില്ല. ഫഅറാദ റബ്ബുക അൻ യബ്ലുഗാ അശുദ്ധഹുമാ, ഈ മക്കളുടെ കയ്യിലേക്ക് ഇപ്പൊ ഈ ഭിത്തി പൊളിഞ്ഞു വീണാൽ, ഭിത്തി ഇപ്പൊ പൊളിഞ്ഞു വീണാൽ അത് ആരെങ്കിലുമൊക്കെ അവിടെ വന്നൊരു പണിയെടുക്കാൻ വേണ്ടി തയ്യാറാവും. അപ്പോൾ ഈ സാധനം കിട്ടും. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത, സമ്പത്ത് ചെലവഴിക്കാൻ അറിയാത്ത മക്കളുടെ കയ്യിലേക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരും ഉണ്ടാവും. യത്തീം ഖാന ഉണ്ടല്ലോ, അപ്പോൾ അന്ന് മുതൽ യത്തീം ഖാന തുടങ്ങും. അതുകൊണ്ട് തൽക്കാലം ആ പൈസ എന്തായിക്കോട്ടെ, യത്തീം ഖാന ഒന്നായിട്ട് മോശപ്പെടുത്തി പറഞ്ഞതല്ല കേട്ടോ, പക്ഷെ കുറേ യത്തീം അങ്ങനെയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അയ്യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജാക, അങ്ങനെ അവർ പ്രായത്തിലെത്തട്ടെ, അവർ യോഗ്യരായി മാറട്ടെ. യോഗ്യരായതിന് ശേഷം അവർക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിനിമയം ചെയ്യാൻ അവർക്കറിയാം. ഇപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുവരെ അല്ലാഹു തആല സാധാരണ നിധി കാക്കുന്ന ഭൂതം എന്ന്, സാധാരണ ഈ ചില സാധനങ്ങളെ കരുതലോടുകൂടി കാക്കുന്നതിനെക്കുറിച്ച്, സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് മലയാളത്തിൽ പറയുന്നൊരു ഉദാഹരണം അങ്ങനെയാണ്, നിധി കാക്കുന്ന ഭൂതം എന്ന് പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കള് പ്രായത്തിൻ്റെ അല്ലെങ്കിൽ യോഗ്യതയിലേക്ക്, സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള പാകതയിലേക്ക് എത്തുന്നത് വരെ ആ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ആ നിധിയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി എവിടെന്നോ 2 ആളെ കൊണ്ടുവന്നിട്ട് ആ ഭിത്തി പണിത് ആ മക്കളെ അല്ലാഹു തആല, മക്കളുടെ ജീവനല്ല, മക്കളുടെ സ്വത്ത് അല്ലാഹു തആല സംരക്ഷിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും, കുട്ടികളെ സംരക്ഷിക്കും. വെറുതെ കുട്ടികളെ കൊല്ലൊന്നുമില്ല. കുട്ടികളെയും അവരുടെ സ്വത്തിനെയും അല്ലാഹു തആല സംരക്ഷിക്കും, അത്ഭുതകരമായി സംരക്ഷിക്കും. റഹ്മതൻ മിർ റബ്ബിക്, അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന നിലയിൽ അള്ളാഹു ആ 2 മക്കളുടെയും സമ്പത്തിന് കൊടുത്ത സംരക്ഷണമാണ് ആ ഭിത്തിയുടെ പണി, നിർമ്മാണം എന്ന് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയാം. എന്നിട്ട് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, മാ ഫഅൽതുഹു അൻ അംരി, ഇത് ഞാൻ എൻ്റെ നിലയ്ക്ക് ചെയ്തതല്ല, ഞാൻ എൻ്റെ നിലയ്ക്ക് ചെയ്തതല്ല. ദാലിക തഅവീലു മാ ലം തസ്തി അലൈഹി സബ്റ, നിനക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോയ കാര്യത്തിൻ്റെ വിശദീകരണമാണ് ഇപ്പം നീ കേട്ടത്. അപ്പോൾ എൻ്റെ സ്വന്തം നിലയ്ക്ക് ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിയിപ്പനുസരിച്ചാണ് ഞാൻ ചെയ്തത്. അതാണ് റഹ്മതൻ മിർ റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ കാരുണ്യം എന്ന നിലയ്ക്കാണ് ആ ഭിത്തി ഞാൻ അവിടെ പണിതത്. അള്ളാഹുവിൻ്റെ തീരുമാനം എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചെയ്തത്. ഇനി നമുക്ക് മറ്റേ കുട്ടിയിലേക്ക് പോകാം. 2 കുട്ടികളുടെ കാര്യം പറഞ്ഞു, 2 കുട്ടികളുടെ സമ്പത്ത് അല്ലാഹുവിനെ സംരക്ഷിച്ചെന്ന് പറഞ്ഞു. ഇനി മറ്റേ കുട്ടിയെ കൊല്ലുന്ന കഥയിലേക്ക് നമുക്ക് പോകാം. ഇതിനോട് ചേർത്തിട്ട് നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. അമ്മൽ ഗുലാമ് ഫകാന അബവാഹു മുഅ്മിനൈൻ, ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളായിരുന്നു.
ഇപ്പൊ സാലിഹ്യങ്ങളായ മാതാപിതാക്കൾ, 2 യതീമായ കുട്ടി. അല്ലാഹു തആല ആ സാലിഹിനെ പരിഗണിച്ച് യതീമായ കുട്ടികളുടെ സമ്പത്ത് അല്ലാഹു തആല നിധി കാത്തു സൂക്ഷിച്ചു വെച്ചു. എന്നാൽ ഇവിടെ മുഅ്മിനീങ്ങളായ 2 മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങളായ 2 മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുന്നു. ആ മാതാപിതാക്കൾക്ക് ഇതിൻ്റെ വിശദീകരണം പല രീതിയിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിലേ തന്നെ പറഞ്ഞിരുന്നു, ചരിത്രം ഖുർആൻ പറയുന്നത് അതിനകത്തുള്ള ഗുണപാഠം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതിനെ സമ്പൂർണമായി അതിൻ്റെ കഥ വിശദീകരിച്ച് പോകുന്ന രീതി ഖുർആനില്ല. അപ്പോൾ എന്താണ് ഇതിലെ സാഹചര്യങ്ങൾ, അതിൻ്റെ മറ്റ് വിഷയങ്ങളൊക്കെ പണ്ഡിതന്മാർ പല രീതിയിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ അമ്മൽ ഗുലാമോ ഈ മാതാപിതാക്കൾ ഈ കുട്ടിയെ നന്നായി സ്നേഹിച്ചിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാരുടെ വിശദീകരണം. വലിയ സ്നേഹമായിരുന്നു ഈ കുട്ടിയോട്. ചെറിയ കുട്ടിയാണ്. അപ്പം സ്നേഹം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുട്ടിയുടെ താല്പര്യങ്ങൾക്ക് പെട്ടെന്ന് ഉപ്പയും ഉമ്മയും വഴങ്ങിക്കൊടുക്കും, അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഞാൻ സ്നേഹിച്ച് വളർത്തിയതാന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും എങ്ങനെ ഉണ്ടാവുമെന്ന്. മനസ്സിലാകുന്നില്ല. ഇത് പറഞ്ഞാൽ സ്നേഹിക്കേണ്ടെന്നല്ല കേട്ടോ, സ്നേഹിക്കേണ്ടെന്നല്ല. പക്ഷേ ആ സ്നേഹം അതിര് വിടുമ്പോൾ, ഈ ലാളന കൂടുമ്പോൾ ഈ കുട്ടിയുടെ ഒരു പ്രയാസം പോലും സഹിക്കാൻ ഉപ്പയ്ക്കും ഉമ്മയ്ക്ക് കഴിയില്ല. അതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ താല്പര്യങ്ങളെ അങ്ങനെ തന്നെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. കുട്ടികളുടെ പ്രായം അങ്ങനെയാണല്ലോ, അതൊരു പിടിവാശിയുടേതാണ്, അത് അനാവശ്യമായ ദുർവാശികളുടേതാണ്. അതൊക്കെയാണ് ഈ ദുർവാശിയാണ് എന്ന് മനസ്സിലാക്കാനും അവിടെ പക്വത പാലിക്കാനും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കഴിയണം. അത് ഒരു കുടുംബ രീതിയിൽ ആവശ്യമായൊരു കാര്യമാണ്. അല്ലാതെ കുട്ടിയുടെ പിടിവാശിക്കെല്ലാം അനുസരിച്ച് നിന്ന് കൊടുക്കാൻ പോയാൽ അത് കുട്ടി വഷളായി പോകാനാണ് സാധ്യത. അത് കാഴ്ചയാണ്, നമ്മൾ ലോകത്ത് കാണുന്ന കാഴ്ച. ഞാനതൊന്ന് ഒരുപാട് വിശദീകരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഉലമാക്കൾ പറയുന്നത് ഈ കുട്ടിയോട് ഇപ്പയ്ക്കും ഉമ്മയ്ക്കും വലിയ ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു, അമിതമായ സ്നേഹമായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയുടെ സ്വഭാവത്തിനനുസരിച്ച് ഉപ്പയും ഉമ്മയും പലതിനും വഴങ്ങിക്കൊടുക്കുന്നതിനനുസരിച്ച് ആ സ്വഭാവം കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും. എത്ര പെട്ടെന്ന് തിരുത്തലുകൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നോ അതനുസരിച്ച് കുട്ടികൾ മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നിന്ന് കൊടുത്തുകൊണ്ടിരുന്നാൽ അതേപോലെ അത് പോവുകയും ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുട്ടിയുടെ കാര്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുകയായിരുന്നു. മാതാപിതാക്കൾ മുഅ്മിനീങ്ങളായിരുന്നു. അതുകൊണ്ട് എന്താ, ഫഹശീന, നമ്മൾ ഭയന്നു, അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫറ, മാതാപിതാക്കളെ, മുഅ്മിനായ മാതാപിതാക്കളെ കാഫിറാക്കുന്ന രീതിയിൽ ഇവൻ നിർബന്ധിക്കുമെന്ന്. ഇവൻ്റെ നിർബന്ധത്തിന് പലയിടത്തും വഴങ്ങുമ്പോൾ ഈ മാതാപിതാക്കൾ പല തെറ്റുകളും ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്കും അങ്ങനെ ആ മാതാപിതാക്കൾ കുഫറിലേക്കും പോകാനുള്ള ഒരവസ്ഥ ഉണ്ട്. അത് അള്ളാഹുവിൻ്റെ ഇൽമിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ആ ഇൽമ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കുന്നു. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം അത് നടപ്പിലാക്കുന്നു. ഏതുപോലെ? നേരത്തെ മറ്റേ കുട്ടികളെ സംരക്ഷിച്ച പോലെ, അവരുടെ മധുരം സംരക്ഷിച്ച പോലെ, അതുപോലെ. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളി, എത്ര മാതാപിതാക്കൾ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതെൻ്റെ മോനല്ല, എനിക്ക് അങ്ങനെ ഒരു മോനും ഇല്ല, ഇല്ലേ? ശരിയല്ലേ? ഉണ്ടോ ഇല്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ മോനല്ല എന്ന് നിഷേധിച്ച് പറയേണ്ടി വരുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് ഇന്നുകൊണ്ട്. നമ്മുടെയൊക്കെ കൺമുമ്പിലുണ്ട്, നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട്. അതെന്തൊരു ഗതിയാണ്! ഒരു ഉപ്പയ്ക്ക് മകനെ മകനല്ല എന്ന് പറയേണ്ടി വരുന്ന ഗതികേടെന്ന് പറയുന്നൊരു വല്ലാത്ത ഗതികേടാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. ആ ഒരവസ്ഥയിലേക്ക്, സമൂഹത്തിൽ നാണക്കേടുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക്
ആ ഉപ്പയും ഉമ്മയും എത്തുന്നതിനേക്കാൾ, എന്നിട്ട് അതെൻ്റെ മോനല്ല എന്ന് മോനെപ്പോലും നിഷേധിച്ചു പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് ആ മാതാപിതാക്കൾ എത്തുമ്പോൾ സത്യത്തിൽ ആ മാതാപിതാക്കളുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാകുക? പോകുന്ന വഴിക്ക് അങ്ങോട്ട് അല്ലേ, അങ്ങനെ പ്രാകുന്ന മാതാപിതാക്കളുണ്ട്. ഇനി പോയിട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. ആ തരത്തിൽ ഇടങ്ങേറാക്കുന്ന മക്കളുണ്ട്, ആ തരത്തിൽ ഇടങ്ങേറാക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. മക്കൾ മാത്രമൊന്നുമല്ല, ഭർത്താക്കന്മാരും ഉണ്ടാകുന്നുണ്ട്. പെണ്ണുങ്ങളിട്ട് ഇടങ്ങേറാക്കുന്നു. പോകുന്ന വഴിക്ക് എല്ലായിടത്തും പോയാൽ മതിയായിരുന്നു. അങ്ങനെ പറയേണ്ടി വരുന്ന ഒരവസ്ഥ, ആ തരത്തിൽ ഒരു മനുഷ്യൻ ആയിപ്പോകുന്ന ഒരവസ്ഥ. ഒരു ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് എൻ്റെ ബന്ധുക്കളിൽ നിന്നും ഒരു പരിഗണന ഞാൻ പ്രതീക്ഷിക്കോ ഇല്ലേ? ആ പരിഗണന കിട്ടുന്നില്ല, അവഗണന തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ബന്ധം മനസ്സിൽ നിന്നും അകന്നു പോകും. സ്വാഭാവികമാണത്. ഇനി ആ ബന്ധം നമ്മുടെ നാണക്കേടിനും കൂടെ കാരണമായി മാറിയാൽ ആ ബന്ധത്തെ പിന്നെ നമ്മൾ പരിഗണിക്കാറില്ല. ബന്ധം പേരിന് മാത്രമാണ് അവിടെ. മയക്കുമരുന്ന് കേസിൽ മോനെ പിടിച്ചു, പോലീസ് പിടിച്ചു. പിറ്റേ ദിവസം പത്രത്തിൽ എന്താ മാതാപിതാക്കളുടെ അവസ്ഥ? ഇങ്ങനെ ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ? ആലോചിക്കില്ലേ? ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ ആലോചിക്കും, ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല, ഷോപ്പ് അടച്ചിട്ടിരിക്കുകയാണ്. ആണോ അല്ലേ? ശരിയാണ്, ഞാനീ പറയുന്നത് ശരിയാണ്. ഷോപ്പ് അടച്ചിട്ടിരിക്കുകയാണ്. നല്ല വരുമാനമുള്ള, എന്ത് സംഭവിച്ചാലും അടയ്ക്കാത്ത ഷോപ്പ് അടഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് വരില്ല, മകൻ്റെ പേരിൽ. മകൻ MD/MA ആയിട്ട് പോയി, പിടിച്ചു, അകത്താണ്. ഇനി പുറന്ന് ഷോപ്പ് തുറന്നിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു എന്തായി, വല്ല കേസുമല്ലോ ആയോ? അവരെന്തോ വലിയ ജിജ്ഞാസയിൽ വരുന്ന ആ ഓരോ ചോദ്യവും ഇയാളുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന കത്തിയ. അതുകൊണ്ട് അപമാനഭാരത്താൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ആരുടെ പേരിൽ? മക്കളുടെ പേരിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ മാതാപിതാക്കൾക്ക് അത്തരത്തിലുള്ള അപമാനഭാരങ്ങൾ ഉണ്ടാക്കുന്ന മകനായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീ പ്രകാരം ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം, ഉലമാക്കൾ എഴുതുന്നു, ഇത് ആ ഉപ്പയോടും ഉമ്മയോടും അല്ലാഹു ചെയ്ത കരുണ മാത്രമല്ല, ആ കുട്ടിയോട് ചെയ്ത കരുണയും കൂടെയാണ്. കാരണം എന്താണ്? ആ കുട്ടി പ്രായപൂർത്തിയായിട്ടില്ല, നന്മകൾ തിന്മകളുടെയും കാര്യത്തിൽ ഉത്തരവാദിയായിട്ടില്ല. ഇതൊന്നും ആകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി അല്ലാഹു തആല എടുത്തു. ആ കുട്ടിയോടുള്ള കരുണ, അത് കുറേ നാൾ ജീവിച്ചിരുന്നെങ്കിൽ അവൻ എന്തൊക്കെയാകുമായിരുന്നു? അവനുണ്ടാക്കുന്ന സാമൂഹിക വിപത്തുകൾ എന്തൊക്കെയാകുമായിരുന്നു? അവൻ തന്നെ എന്തൊരവസ്ഥയിലാകുമായിരുന്നു? ഇതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെയും സംരക്ഷിച്ചു. മാതാപിതാക്കളെ കുഫറിലേക്ക്, തിന്മകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മാതാപിതാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതും കൂടെ ഓർമ്മയുണ്ടാകണം. എന്ത്? ആ കൻസിനെ, ആ നിധിയെ അല്ലാഹു തആല മക്കൾക്ക് വേണ്ടി സംരക്ഷിച്ചത്. അപ്പോൾ കുട്ടികളോടുള്ള ഇഷ്ടക്കേടല്ല, വെറുപ്പല്ല, പകയല്ല, ദേഷ്യമല്ല, ഒന്നുമല്ല. കുട്ടികളോട് അല്ലാഹു കരുണ ചെയ്യും, കുട്ടികളുടെ സമ്പത്ത് അല്ലാഹു സംരക്ഷിക്കും, കുട്ടികളെയും അല്ലാഹു തആല സംരക്ഷിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഈമാന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ എത്തുന്ന, കുഫ്ർ മാത്രമല്ല തുഗ്യാനൻ, അക്രമത്തിലേക്ക് മാതാപിതാക്കൾ എത്തുന്ന ആ ഒരവസ്ഥയിലേക്ക് ആകാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ. ഇനി അതുപോലെ പല കുട്ടികളും മരണപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ? വാഹനാപകടത്തിൽ, അങ്ങനെ ഇങ്ങനെ. ഇനി ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു പനി ഇതാ മരണപ്പെട്ടു അല്ലേ? അത് എത്ര സംഭവങ്ങൾ കേൾക്കുന്നു. അള്ളാഹു എന്തെങ്കിലും, അള്ളാഹു കണ്ട ചില കാര്യങ്ങളുണ്ടാവും അവിടെ. അറാദ റബ്ബുക്, അള്ളാഹു അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അത്ഭുതകരമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മരണങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ പോലും ഉണ്ടാകുന്നുണ്ട്. നല്ല ആരോഗ്യത്തോടു കൂടി, ബാഹ്യമായി നല്ല ആരോഗ്യത്തോടു കൂടി ജനിച്ച് നല്ല ആരോഗ്യത്തോട് വളർന്ന കുട്ടികൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനം നമുക്കതറിയില്ല, അതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിയില്ല.
അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുടെ രഹസ്യം മനുഷ്യനറിയില്ല. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, പറയേണ്ടത്, കേൾക്കേണ്ടത്, ആലോചിക്കേണ്ടതെല്ലാം. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അതെന്താണ്, അതിൻ്റെ രഹസ്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകില്ല. എന്ന് മാത്രമല്ല, വേറൊരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ രഹസ്യം പോലും നമുക്ക് വേറെ ആളുടെ പ്രവർത്തനം പോലും നമുക്ക് മനസ്സിലാകില്ല. പിന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുടെ രഹസ്യം. അത് നമ്മളുടെ അറിവിൻ്റെ പരിധിയിൽപ്പെട്ട ഒരു കാര്യം അല്ല. നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കാനുള്ള വിഷയം, അള്ളാഹു തആല റഹ്മത്ത്, കാരുണ്യം ചെയ്യുന്നവനാണ്. മുഅ്മിൻ, ഈമാനുള്ളവരോട്, സാലിഹീങ്ങളായ നല്ല മനുഷ്യരോട് ആ കാരുണ്യത്തിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മക്കളെ സംരക്ഷിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. ചിലപ്പോൾ അവരുടെ തന്നെ ഭാവിയിൽ വരാനുള്ള അപമാനത്തിൻ്റെ പേരിൽ അള്ളാഹു ആ മക്കളെ പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്തു എന്നും വരാം. അതിൻ്റെ രഹസ്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ. എന്ന് മാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടു പോയാൽ ആ കുട്ടികൾ സ്വർഗത്തിലാണെന്നും ഈ മക്കളുടെ, ഈ മാതാപിതാക്കളെ അവർ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. അല്ലാഹു അലം. ഇത്ര മാത്രമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുക. അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്ര ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. അല്ലാഹു തആല ഈ കുട്ടിക്ക് പകരമായി നല്ല കുടുംബത്തോട് സ്നേഹമുള്ള, ജീവിതത്തിൽ വിശുദ്ധിയുള്ള ഒരു കുട്ടിയെ കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചു. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, അത് പിന്നെ ഈ കുട്ടിയെ കൊല്ലാതെ തന്നെ വേറൊരെണ്ണം കൊടുത്താൽ പോരായിരുന്നു? ഇതിനെ കൊന്നിട്ട് തന്നെ വേറെ കൊടുക്കണമെന്നില്ല, നിർത്തിക്കൊണ്ട് തന്നെ കൊടുത്താൽ പോരെ? നിർത്തിക്കൊണ്ട് കൊടുത്താലും 10 എണ്ണം ഉള്ളതിൽ ഒരെണ്ണം വേറെ കോലത്തിലായാൽ പോരെ? അല്ലേ? 10 മക്കളുണ്ട്, ഒരെണ്ണം വേറൊരു കോലത്തിലായിപ്പോയി, സങ്കടം മാറുമോ? മാറില്ല, ഒരിക്കലും മാറില്ല സങ്കടം. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ അത് പോകുകയും, എന്നാൽ ഒന്ന് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം അല്ലാഹു തആല പരിഹരിച്ച് കൊടുക്കുകയും ചെയ്തു. അറാദ റബ്ബുക അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. ശേഷം നേരത്തെ നമ്മൾ വിശദമായി പറഞ്ഞ ആ ആയത്ത് അമ്മൽ ജിദാറു ഫകാന ഗുലാമൈനി യതീമൈൻ. ഇവിടെ ഉലമാക്കൾ പ്രത്യേകം പറയുന്ന ചില പദങ്ങളുടെ പ്രയോഗങ്ങളുണ്ട്. ചില സ്ഥലത്ത് ഞാൻ ഉദ്ദേശിച്ചു എന്നാണ് ഖിദ്ർ അലൈഹിസ്സലാം പറയുന്നത്, ചിലയിടത്ത് അള്ളാഹു ഉദ്ദേശിച്ചു എന്ന് പറയുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. അള്ളാഹ് കൊടുത്ത വഹി പ്രകാരമാണിത് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞല്ലോ, വമാ ഫഅൽതുഹു അൻ അംരി, ഇത് ഞാൻ എൻ്റെ നിലയ്ക്ക് ചെയ്തതേ അല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എൻ്റെ ഈ പ്രവൃത്തി. വമാ ഫഅൽതുഹു അൻ അംരി. എന്നാലും ചില സ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്ന് പറയും. ചിലയിടത്തെത്തുമ്പോൾ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചു എന്ന് പറയും. എന്തിനാണ് ഈ തീരുമാനം ഇടയ്ക്കിടയ്ക്ക് എൻ്റെതും ഇടയ്ക്കിടയ്ക്ക് അള്ളാഹിൻ്റെതും ആക്കുന്നത്? അതിന് ഉലമാക്കൾ പറയുന്നൊരു വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം നല്ലത് മാത്രമാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക, അതല്ലാത്തതെല്ലാം മനുഷ്യനിലേക്കാണ് ചേർത്ത് പറയുക. വമാ അൻസാനീഹു ഇല്ല ഷൈത്വാൻ എന്നാ പറഞ്ഞത്. ഷെയ്ത്താനാണത് എന്നെ മറപ്പിച്ചത്, അള്ളാഹാണ് മറപ്പിച്ചതെന്നല്ല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ലാ തഖൂലു നസീതു ആയത്ത കൈത വ കൈത, ഇന്ന ആയത്ത് എനിക്ക് മറന്നുപോയി നിങ്ങൾ പറയണ്ട. വലാകിൻ നുസിയ, അങ്ങനെ ആയിപ്പോയി, സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോൾ ഒരു പ്രവൃത്തിയെ ചേർത്ത് പറയുന്നിടത്ത് ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളാണത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ കുല്ലി ഖൈരിൻ ഖസാഇനുഹു ബിയദിക് എന്ന് നമ്മൾ ദുആ ചെയ്യും. നസ്അലുക മിൻ കുല്ലി ഖൈരിൻ ഖസാഇനു, എല്ലാ നന്മകളും നിന്നോട് ചോദിക്കുന്നു, ആ നന്മയുടെ മുഴുവൻ ശേഖരവും അല്ലാഹുവേ നിന്റെ കയ്യിലാണ്. വനഊദു ബിക മിൻ കുല്ലി ശർരിൻ ഖസാഇനുഹു ബിയദിക എന്നല്ല, നാസിയതുഹു ബിയദിക്, അതിൻ്റെ നിയന്ത്രണം നിന്റെ കയ്യിലാണ്. ശരിക്കും ഖസാനു അല്ലാഹുവിൻ്റെ കയ്യിൽ തന്നെയാണ്. പക്ഷെ അള്ളാഹുവിലേക്ക് ചേർത്തൊരു കാര്യം പറയുമ്പോൾ അത് നല്ല കാര്യങ്ങൾ മാത്രം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക, അതല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് വേറെന്തിലേക്കെങ്കിലും ചേർത്ത് പറയുക എന്നുള്ളതാണ് രീതി. ഇവിടെ ഈ വളരെ കൃത്യമായി എല്ലായിടത്തും ഇത് പറയുന്നുണ്ട്. ഫഅറാദ റബ്ബുക അൻ യുബ്ദിലഹുമാ,
പകരം കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചു. എടുക്കാൻ തീരുമാനിച്ചിടത്ത് ഫഅറത്തു, ഞാൻ വിചാരിച്ചു. രണ്ടും അള്ളാഹുടെ തീരുമാനമാണ്. ആ കുട്ടിയെ കൊല ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിടത്ത് ഫഅറത്തു, ഞാൻ ഉദ്ദേശിച്ചു. അത് അള്ളാഹുവിലേക്കൊരു പ്രവൃത്തിയെ ചേർത്ത് പറയുന്നതിൻ്റെ അദബാണ്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട അദബാണത്. അതങ്ങനെയാണ് പറയേണ്ടത് എന്നാണ്. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടും ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ മഹത്വവും ഇഷ്ടവും തോന്നുന്ന കാര്യങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയും. അതല്ലാത്തതിനെ നിങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലേക്കോ ഒക്കെ ചേർത്ത് പറയൂ. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മഹത്തമായതും സുന്ദരമായതും മാത്രമാണ് അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യം നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയേണ്ടത് എന്നതാണ് ഈ ആയത്തിലെ പല സ്ഥലങ്ങളിലും പറയപ്പെട്ട ഈ വാക്കുകളുടെ പ്രയോഗ വ്യത്യാസത്തെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമ്മൾ പറഞ്ഞ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ നന്മകൾ കണ്ടു പഠിക്കാൻ നമ്മളുടെ മക്കൾക്ക് സാഹചര്യം ഉണ്ടാകണം. ആ നിലയിൽ നമ്മളെപ്പോഴാണോ നല്ല പെരുമാറ്റത്തിൻ്റെ, നല്ല രീതിയുടെ, നമ്മളുടെ സാമ്പത്തിക കാര്യത്തിലുള്ള അച്ചടക്കം, ഇന്നിപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കം എന്ന് പറയുന്നൊരു സംഗതിയേ ഇല്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇറച്ചി വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഒരു പ്രാവശ്യം മോൻ ഇറച്ചി വാങ്ങിയിട്ട് പോകുന്ന കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണിത്? കുറച്ച് ഇറച്ചി വാങ്ങിയതാണ്. ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു തുടങ്ങിയല്ലേ? ആരാ ചോദിച്ചേ? അങ്ങനെ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ തുടങ്ങിയല്ലേ എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്തേ പറ്റൂ എന്നാണ്. മനസ്സിലാണ്ടേ പറയുന്നത്? മൊബൈലിന് ചെറിയൊരു പ്രശ്നം വന്ന് എന്നാൽ പിന്നെ അത് കളഞ്ഞേക്ക്, അടുത്ത വാങ്ങിച്ചോ. മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? നമുക്ക് ഒരു ജാടയും സംഗതിയൊക്കെയാണ്, പക്ഷെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മുടക്കുന്ന വലിയ സമ്പത്തിൻ്റെ ചെലവുകൾ എന്താണ് മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം? ശരിക്കും അത് ഭയങ്കര സന്ദേശങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അവസാനം എന്താകുന്നു വെച്ചാൽ ഇവരും അതിലേക്ക് എത്തുകയാണ്. എങ്ങനെയെങ്കിലും പൈസ പെട്ടെന്നുണ്ടാക്കണം. ഈ മയക്കുമരുന്ന് വ്യവസായത്തിൻ്റെ അടിസ്ഥാന കാരണം മനുഷ്യൻ്റെ ഈ ഉപഭോഗ സംസ്കാരമാണ്. മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ മാത്രമല്ല ഇതിൻ്റെ കച്ചവടക്കാർ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നവരാണ്. അടിച്ചുപൊളിച്ച് ജീവിക്കണം. ഈ അടിച്ചുപൊളി ജീവിതത്തിൻ്റെ സ്വഭാവം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണോ കൊടുക്കുന്നത്? നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞേ, 4 വാച്ചുണ്ട്, ഒരെണ്ണം കൂടെ ഇങ്ങനെ ഇത് കണ്ടപ്പോളേ ഇഷ്ടപ്പെട്ടു. ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞു, ഇഷ്ടപ്പെട്ട പിന്നെ ആലോചിക്കണ്ട, വാങ്ങാൻ. അതാണ് അത് വലിയ എന്തോ സംഭവമാണെന്നാണ് വിചാരിക്കുന്നത്. അത് കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റായ സന്ദേശമാണ് നമ്മുടെ മക്കൾക്ക്. ഇഷ്ടപ്പെടുന്നതെല്ലാം വാങ്ങിക്കലല്ല, കാണുന്നതെല്ലാം വാങ്ങലല്ല. ഈ അടുത്തിടെ കുറച്ചാൾ മുമ്പ് ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, വലിയൊരു പൈസക്കാരൻ, അയാളുടെ മകൻ മീഡിയയിലിരുന്നൊരു സംസാരത്തിൽ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഉപ്പ അല്ലെങ്കിൽ ആരോ പിതാവ് എന്തെങ്കിലും ഒരു പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ടില്ലാതെ ഒറ്റ പൈസ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. അത് ഇപ്പോൾ നമ്മുടെ ഈ ഇബ്രാഹിം ഹാജി, അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും വലിയ അത്ഭുതം അദ്ദേഹം മക്കളെ വളർത്തിയതാണ്. ഭയങ്കര അത്ഭുതമാണ് അദ്ദേഹം മക്കളെ വളർത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദുബൈയിലാണ് മക്കൾ വളർന്നത്. അത്രയും മക്കൾ അദ്ദേഹം എങ്ങനെ വളർത്തിയെന്ന് നോക്കി. ദീനിയായ ആ ഒരു കോലത്തിലും ദീനിയായ ചിട്ടയിലും കൃത്യമായ നിയന്ത്രണത്തിന് കീഴിൽ എന്ന് വെച്ചിട്ട് മക്കളെ കെട്ടിയിടണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കൊടുക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഈ അമിതമായ ഉപഭോഗത്തിൻ്റെ സംസ്കാരം 90% മക്കൾ പഠിക്കുന്ന മാതാപിതാക്കളിൽ നിന്നാണ്. നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുകയാണ്. വീട്ടിലെന്തെങ്കിലും ഒരു സാധനത്തിൽ ചെറിയത് ഉടനെ മാറ്റി. ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞ്, ഒരാൾ വീട്ടിൽ ഡ്രൈവറാണ്, ഒരു വലിയ സമ്പന്നൻ്റെ വീട്ടിൽ ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഐഫോണൊക്കെ എത്രയാണ് കേടായി വീട്ടിൽ കിടക്കുന്നതെന്ന് അറിയില്ല. കാരണം ചെറിയ കേട് വരുമ്പോൾ അങ്ങോട്ട് അത് ഒഴിവാക്കുക, എവിടെയെങ്കിലും ഇടുക.
അടുത്ത ഐഫോൺ വരും. ഈ കയ്യിൽ ഇഷ്ടംപോലെ ഇരിക്കല്ലേ, അടുത്ത ഐഫോൺ വരും. ചെറിയ ചെറിയ ഒരു മൂലക്കൊന്ന് പൊട്ടുമ്പോഴേ തറയിൽ വീണിട്ട് അന്നേരം അതങ്ങോട്ട് ഒഴിവാക്കുക. കാരണം ഇത് ഇങ്ങനെ പൊട്ടിയത് കൊണ്ട് ഈ മുതലാളി കിടക്കാൻ പറ്റുമോ? എന്നാൽ അത് നന്നാക്കാൻ, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ഇതൊക്കെ മക്കൾക്ക് കൊടുക്കുന്നത് ഒരു വല്ലാത്ത ഉപഭോഗ സംസ്കാരമാണ്. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംസ്കാരം അതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ആർഭാടവും അമിതമായ ചെലവും എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മളെ കണ്ടുപഠിക്കുന്ന മക്കൾ ആ സ്വഭാവത്തിൽ തന്നെ വരും. അവരുടെ കയ്യിൽ വേണ്ടതുപോലെ വരുമാനം വരുന്നില്ല എങ്കിൽ എളുപ്പത്തിലുണ്ടാക്കാനുള്ള അനേകം മാർഗങ്ങൾ ഇന്ന് നാട്ടിലുണ്ട്, നമുക്കറിയാലോ. ആ മാർഗത്തിലേക്ക് അവർ വളരെ ശ്രദ്ധിക്കണം. സാലിഹ്യങ്ങളായ ഉപ്പയും ഉമ്മയും ആയി മാറിയാൽ മക്കൾ അത് കണ്ടുപഠിക്കും. അതിൻ്റെ ഒരു വലിയ പാഠമാണ് സത്യത്തിൽ നമ്മളുടെ ഇന്നത്തെ ഈ വിഷയങ്ങളിൽ, രണ്ട് വിഷയങ്ങളിലുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങളുടെ ഗൗരവങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.